അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അൽ അമീൻ എന്ന കൊച്ചു ബാലനെ പറ്റി കേട്ടിട്ടുണ്ടോ? 1400 വർഷങ്ങൾക്ക് മുമ്പ് മദീനയിലെ മണൽക്കാട്ടിൽ ആമിന ബീവിയുടെയും അബ്ദുള്ള എന്നവരുടെയും പിഞ്ചുമകനായി ഈ ഭൂമിയിലേക്ക് പൂജാതനായ റഹ്മത്തുൽ ആലമീൻ പ്രവാചക ഗുരു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൻ്റെ ചെറുപ്രായത്തിൽ ആ നാട്ടുകാർ വിളിച്ചിരുന്ന പേരാണ് അൽ അമീൻ. വിശ്വസ്തനായിരുന്നു, സത്യസന്ധനായിരുന്നു. ഏത് കൊടിയ പീഡനങ്ങൾക്കിടയിലും, എത്ര ക്രൂരതകൾക്കിടയിലും, ഏതൊക്കെ അവസരങ്ങളിലും അധികാരത്തിന്റെ ഏതെല്ലാം അത്യുന്നതങ്ങളിൽ എത്തിച്ചേരാൻ പറ്റുമായിരുന്നിട്ട് പോലും വിനയത്തിന്റെ കുപ്പായമെടുത്തിട്ട സത്യത്തിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വളർന്നു വന്ന കാലത്ത് എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു. ഹലീമ ബിയുടെ കഥകളൊക്കെ നമ്മൾ ഒരുപാട് കേട്ടതാണ്. വളർന്നു വന്നു, ഒരു യുവാവായി ആയിരിക്കെയാണ് മക്കയിൽ കഅബയുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം നടക്കുന്നത്. കഅബയിൽ സ്വർഗത്തിൽ നിന്നുള്ള കല്ല് ആര് തൽസ്ഥാനത്ത് വെക്കുമെന്നതിൽ മക്കയിലെ പ്രമാണിമാർക്കിടയിൽ വലിയ ചർച്ചകൾ നടക്കുകയാണ്. അവിടെ സദസ്സിലുണ്ടായിരുന്ന ഒരു കാരണവർ പറഞ്ഞു, ശരി, ഇനി നമ്മൾ ഇതിൽ ചർച്ച ചെയ്താൽ ഒരു പക്ഷേ മക്ക മുഴുവൻ കലുഷിതമായ ഒരു യുദ്ധത്തിലേക്ക് തന്നെ സാഹചര്യങ്ങൾ പോയേക്കാം. നമുക്ക് എന്ത് ചെയ്യാം? ഇനി ഈ വഴിയിലൂടെ ആരാണോ കടന്നു വരുന്നത് അവനെതിരൊരു തീർപ്പ് കൽപ്പിക്കട്ടെ. നടന്നു വന്നതാകട്ടെ അബ്ദുൽ മുത്തലിബിന്റെ പുന്നാര പേരക്കുട്ടി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. മുഹമ്മദ് വന്നു, വിധി കൽപ്പിക്കുകയാണ്. കഅബയിൽ സ്വർഗത്തിൽ നിന്നുള്ള കല്ല് മുഹമ്മദ് എടുത്തു വെക്കുമെന്ന് കരുതിയ ആളുകൾക്കിടയിൽ മുഹമ്മദ് നബി തങ്ങൾ ഒരു വിധി പറയുന്നുണ്ട്. ഒരു തുണി കൊണ്ടുവരട്ടെ, 4 ആളുകളും 4 മൂലയിൽ പിടിക്കട്ടെ, എന്നിട്ട് ആ കഅബയിൽ സ്വർഗത്തിൽ നിന്നുള്ള കല്ല് അവർ വെക്കട്ടെ. ഇത്ര മനോഹരം! നോക്കണം, മക്കക്കാർ അതുവരെ അംഗീകരിച്ചിരുന്ന മുഹമ്മദ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ തൊട്ടടുത്ത മലയുടെ മുകളിൽ കയറിയിട്ട് അവരോട് പറയുന്നു, പ്രിയപ്പെട്ടവരെ, ഒരു കല്ല് വെക്കുന്ന വിഷയത്തിൽ ആളുകൾ ഇത്രത്തോളം ചോര ചിന്തുന്ന യുദ്ധങ്ങളിലേക്ക് നീങ്ങുന്ന സാഹചര്യത്തിൽ ചിന്തകൾ കാട് കയറിപ്പോയപ്പോ ഹബീബായ തങ്ങൾക്ക് ഹിറയിൽ നിന്ന് വിളിയാളം എത്തുമ്പോൾ ഹബീബായ തങ്ങൾ പിന്നീട് വന്ന് പറയുന്നുണ്ട്, പ്രിയപ്പെട്ടവരെ, ചോരക്ക് വേണ്ടി, മറ്റുള്ളവന്റെ സ്വത്തിനു വേണ്ടി അഭിമാനം കളങ്കപ്പെടുത്തിക്കൊണ്ട് നിങ്ങളൊന്നും ചെയ്യരുത്, ഏകനായ അള്ളാഹുവിലേക്ക് മടങ്ങി വരണമെന്നുള്ള സത്യത്തിന്റെ ഉൾവിളി ആദ്യമായി മക്കയിലെ തന്റെ പ്രിയപ്പെട്ട കുടുംബങ്ങളിലോട് പറഞ്ഞപ്പോഴാണ് അതുവരെയും അൽ അമീനായിരുന്ന മുഹമ്മദ് അരികുവൽക്കരിക്കപ്പെട്ടത്. അവർ മുഹമ്മദിന് കൊടുക്കുന്ന ഒരു ഓഫർ ഉണ്ട്. അവിടേക്കാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. മുഹമ്മദേ, ശരിയാണ്, നീ പലതും പറയുന്നുണ്ട്, നമ്മളുടെ ദൈവങ്ങളൊക്കെ നീ തള്ളിക്കളയുന്നുണ്ട്. മുഹമ്മദേ, ഒന്ന് സഹകരിച്ചാ മതി. നിന്റെ കൂടെ നീ ആളെ കൂട്ടുന്നുണ്ടല്ലോ, ഒരുപാട് ആളുകൾ നിന്റെ പുറകെ വരുന്നുണ്ട്. ശരിയാണ് മുഹമ്മദേ, നീ സുന്ദരനാണ്, സുമുഖനാണ്, അത്യുന്നതങ്ങളിൽ ഖുറൈശികളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഖുറൈശികളുടെ പുന്നാരക്കുട്ടിയാണ്. മുഹമ്മദേ, നീ ഞങ്ങളുടെ കൂടെ ഒന്ന് നിന്നാ മതി. നിനക്ക് ഇഷ്ടമുള്ള പെണ്ണിനെ ഞങ്ങൾ തരാം, നിനക്ക് വേണ്ട സമ്പാദ്യങ്ങൾ തരാം. മുഹമ്മദ് പറഞ്ഞു, ഹക്കല്ലാത്ത, സത്യമല്ലാത്ത ഒന്നിന്റെ മേൽ വിനയം കെട്ടിപ്പടുക്കാൻ സാധിക്കില്ലല്ലോ. മുഹമ്മദ് നബി തങ്ങൾ അതെല്ലാം വേണ്ടെന്ന് വെച്ചിട്ട് ദീനിലേക്ക് ഇങ്ങനെ ആളുകളെ ചേർത്തുകൊണ്ടിരിക്കെ ഒരു രാത്രിയിൽ പാതിരാ സമയത്ത് ഹബീബായ തങ്ങളുടെ വാതിലിന്റെ പുറത്ത് ഒരു മുട്ട് കേൾക്കുന്നുണ്ട്. ബിലാൽ തങ്ങള്, കറുകറുത്ത ബിലാൽ തങ്ങള് നബി തങ്ങളെ വീടിന്റെ പുറത്ത് വന്നിട്ട് ഇങ്ങനെ മുട്ടുകയാണ്. നബിയെ ഒന്ന് കാണണം, സത്യമാണങ്ങ് പറയുന്നത്, വിനയമാണ് അങ്ങ് പ്രചരിപ്പിക്കുന്നത്. അറബിക്ക് മേൽ അനറബിക്ക്, അല്ലെങ്കിൽ അനറബിക്ക് മേൽ അറബിക്കോ, കറുത്തവനോ വെറുത്തവനോ യാതൊരു വേർതിരിവുമില്ലാതെ പാവപ്പെട്ടവരുടെ കൂടെ അങ്ങ് ചേർന്നിരിക്കുന്നു, അനാഥകളെ അങ്ങ് താലോലിക്കുന്നു. അങ്ങ് പറയുന്നുണ്ടല്ലോ, സ്വഹാബത്തിന്റെ ഇടയിൽ ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ അങ്ങ് പറഞ്ഞല്ലോ, നബിയെ, നിങ്ങൾ എന്താണ് താഴെ ഇരുന്ന് കഴിക്കുന്നത്? അപ്പം ഹബീബായ തങ്ങൾ അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ മക്കയിലെ ഉണക്ക ഇറച്ചി തിന്നുന്ന ഒരു പെണ്ണിന്റെ മകൻ മാത്രമാണ്. ഞാനൊരു അടിമ കഴിക്കുന്നത് പോലെ ഞാൻ ഭക്ഷണം കഴിക്കുമെന്ന് അങ്ങ് പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ ബിലാലിനെ ഒന്ന് ചേർത്തിയെടുക്കണേ, ഈ ബിലാലിനെ നിങ്ങളുടെ സത്യത്തിന്റെ പാന്താവിലേക്ക് ചേർക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ബിലാൽ തങ്ങൾ തന്റെ ഔറത്ത് മറക്കാൻ, നഗ്നത മറക്കാനുള്ള തുണി പോലും ഇല്ലാതെ നിൽക്കുമ്പോൾ ഹബീബായ തങ്ങൾ ചേർത്ത് പിടിക്കുന്നുണ്ട്. ബിലാലെ, അടുത്തേക്ക് വരൂ. എന്നിട്ട് പൊട്ടിക്കരയുന്ന ബിലാൽ ചേർത്ത് പിടിച്ചുകൊണ്ട് ഹബീബായ തങ്ങൾ ചോദിച്ചു, എന്തേ ബിലാലെ കരയുന്നു? പെറ്റുമ്മ എന്നെ മാറോട് അണച്ചതിൽ പിന്നെ ആദ്യമായാണ് നബിയെ ഒരു മനുഷ്യൻ എന്നെ ചേർത്ത് പിടിക്കുന്നതെന്ന് പറഞ്ഞ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ. എത്രമേൽ ഉന്നതങ്ങൾ കീഴടക്കാമായിരുന്ന സ്വർഗത്തിന്റെ കവാടം വരെയും ഹബീബായ തങ്ങൾ നമ്മളെ കൈപിടിച്ചു കൊണ്ടുപോകുമ്പോൾ അവർ വേണ്ടെന്ന് വെച്ചതെല്ലാം ദുനിയാവിന്റെ സുഖങ്ങളും സുഖാഡംബരങ്ങളും പ്രൗഢമായ സ്ഥാനമാനങ്ങളുമായിരുന്നു.
ഹന്തക്കിൽ കിടങ്ങ് കുഴിക്കുന്ന സമയത്ത് നമ്മൾ കേട്ടിട്ടില്ലേ, പേർഷ്യയിലെയും റോമയിലെയും കൊട്ടാരങ്ങളെ കണ്ട് വിവാദങ്ങൾ നോക്കി നിൽക്കുന്നുണ്ട്. വിനയമാണ് അവിടുത്തെ മുഖമുദ്ര, അതാണ് അവിടുത്തെ മാതൃക. അള്ളാഹു നമ്മളെല്ലാം വിജയിച്ചവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. വാഹൃദാമാൻ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.